2015 കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവേണൻസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സി നമ്മൾ ആൻസർ ചെയ്യുകയാണ്. ഇതിനു മുമ്പ് പാർട്ട് എയും ബിയും ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് സിയിൽ എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്നാണ് ആദ്യത്തെ ചോദ്യം. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് എസെൻഷ്യൽ ഫോർ എൻഷുറിംഗ് ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫെയർനെസ് ഇൻ എ കമ്പനീസ് ഓപ്പറേഷൻസ്. ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ചുമതലാബോധം, കണക്ക് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം, ആൻഡ് ഫെയർനെസ്, നീതിനിഷ്ഠത, ഇതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് അത്യാവശ്യമാണ്. രണ്ട്, ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ്, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഓവർസൈറ്റ് വിച്ച് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദ വൈഡർ കമ്മ്യൂണിറ്റി. ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ ഒത്തിരി ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഓഹരി ഉടമകളുടെ ആണെങ്കിലും മറ്റ് ഗുണഭോക്താക്കളുടെ ആണെങ്കിലും സമൂഹത്തിൻ്റെ ഒന്നാകെയാണെങ്കിലും ഒക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അവർ സുരക്ഷിതരാകുന്നു. റിസ്ക് മാനേജ്മെന്റ് എന്ന ആശയം നടപ്പിലാകുന്നു. തീരുമാനമെടുക്കുന്നതിന് കൃത്യമായ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാകുന്നു, മേൽനോട്ടം വരുന്നു. എല്ലാം ആണ് അതിൻ്റെ ഗുണങ്ങൾ. ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രാക്ടീസസ് പ്രൊമോട്ട് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. നല്ല കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പ്രാക്ടീസസ്, സമ്പ്രദായങ്ങൾ എപ്പോഴും നിക്ഷേപകന് ആത്മവിശ്വാസം പകരുന്നവയാണ്. നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് നടപ്പിലാകുന്ന കമ്പനികളെ സംബന്ധിച്ച് നിക്ഷേപകന് കൂടുതൽ വിശ്വാസത്തോടെ തൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാകും. ഇംപ്രൂവ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അത്തരം സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുന്നു. ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കോർപ്പറേറ്റ് സ്കാൻഡൽസ് ആൻഡ് ഫെയിലിയേഴ്സ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഴിമതികൾ, കോർപ്പറേറ്റ് പരാജയങ്ങൾ, ഇത്തരം ഹാനികൾ കുറയുന്നു. ഇൻ ഇന്ത്യ, കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് ക്രിട്ടിക്കൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഇന്ത്യയിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സത്യസന്ധത, ഇൻറ്റഗ്രിറ്റി, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കോർപ്പറേറ്റ് ഗവർണൻസ് വളരെ നിർണായകമാണ്, ക്രിട്ടിക്കലാണ്. ആൻഡ് പ്രൊമോട്ടിംഗ് ഇക്കണോമിക് ഗ്രോത്ത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ ആ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന ആശയം തന്നെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റിന് നല്ലതാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും കമ്മ്യൂണിറ്റിയുടെ പൊതുവേയുമുള്ള ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലതാണ്. എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ്? ട്രാൻസ്പാരൻസിയും അക്കൗണ്ടബിലിറ്റിയും ഫെയർനെസ്സും ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തലാണ്. നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ള കമ്പനികളിൽ നിക്ഷേപകന് ഇൻവെസ്റ്റ്മെന്റിനുള്ള താല്പര്യം കൂടും, വിശ്വാസം കൂടും, കമ്പനിയുടെ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉയരും. അതുപോലെ തന്നെ സത്യസന്ധതയെ കുറിച്ച് ജനങ്ങൾക്കൊരു ബോധ്യം വരും. ക്യാപിറ്റൽ മാർക്കറ്റിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. നല്ല സാമ്പത്തിക വളർച്ചയെ ഇത് ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഈ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. 24, വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്? ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യം ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്താ നോക്കാം. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് പ്രൊട്ടക്ട്സ് ഔട്ട്സൈഡേഴ്സ് ഡീലിംഗ് വിത്ത് എ കമ്പനി ബൈ അസ്യൂമിംഗ് ദാറ്റ് ദ കമ്പനീസ് ഇന്റേണൽ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ഹാവ് ബീൻ ഫോളോഡ് കറക്റ്റ്ലി. കമ്പനിയുടെ പുറമേയുള്ള ആൾക്കാർ കമ്പനിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് തൃപ്തിപ്പെടേണ്ടതില്ല. അല്ലാതെ തന്നെയും അവർ കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റ് നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് അവർക്ക് വിശ്വാസത്തിലെടുത്ത് ഡീൽ ചെയ്തുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. ദിസ് ഡോക്ട്രിൻ ഹോൾഡ്സ് ദാറ്റ് എ തേർഡ് പാർട്ടി ഡീലിംഗ് വിത്ത് ദ കമ്പനി ഇൻ ഗുഡ് ഫെയ്ത്ത്. കമ്പനിയെ ഉത്തമ വിശ്വാസത്തിൽ കണക്കിലെടുത്ത് ഒരു മൂന്നാം കക്ഷി കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ, ഒരു തേർഡ് പാർട്ടി ഡീൽ ചെയ്യുമ്പോൾ, ക്യാൻ അസ്യൂം ദാറ്റ്, ആ തേർഡ് പാർട്ടിക്ക് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കാം, അതായത് the company has acted in accordance with its internal rules and regulations. കമ്പനി അതിൻ്റെ ആഭ്യന്തര നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചു തന്നെയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് പുറമേയുള്ള ഒരാൾ അത് ഉത്തമ വിശ്വാസത്തിൽ ബോധ്യപ്പെട്ട് സ്വീകരിക്കാവുന്നതാണ്. എക്സെപ്ഷൻസ് ഉണ്ട് ഇതിന്, ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന ആശയത്തിന്. ഒന്ന്, നോളജ് ഓഫ് ഇറഗുലാരിറ്റി. ഇഫ് ദി ഔട്ട്സൈഡർ ഹാസ് നോളജ് ഓഫ് ദി ഇറഗുലാരിറ്റി ഓർ ഹാസ് ബീൻ പുട്ട് ഓൺ നോട്ടീസ്. ഒരു കമ്പനിയിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ട് എന്ന് അയാൾക്ക് അറിവുള്ളതാണ് പുറമേയുള്ള ആൾക്ക് എങ്കിൽ, അഥവാ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ
കോടതിയോ പത്രവാർത്തകളിലൂടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണെങ്കിൽ ദ ഡോക്ട്രൈൻ ഡസ് നോട്ട് അപ്ലൈ. അപ്പോഴും അയാൾ ഈ ഡോക്ട്രൈൻ വിശ്വസിച്ച് കമ്പനിയുമായി ഡീൽ ചെയ്യാൻ പോകരുത് എന്ന് വാണിംഗ് ഉണ്ട്. അതാണ് എക്സെപ്ഷൻ. 2, ഫോർജറിയാണ്. ദ ഡോക്ട്രൈൻ ഡസ് നോട്ട് അപ്ലൈ ഇൻ കേസസ് ഓഫ് ഫോർജറി ഓർ അതർ അൾട്രാ വയസ് ആക്ട്. ഏതെങ്കിലും ഒരു വ്യാജരേഖ ചമയ്ക്കലോ അത്തരത്തിലുള്ള ചെയ്യാൻ പാടില്ലാത്തതിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതിൻ്റെ പരിധിക്കപ്പുറത്തുള്ള പ്രവൃത്തി കമ്പനി ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ബാധകമല്ല എന്നുകൂടി പറയുന്നു. ആക്ട്സ് ഔട്ട്സൈഡ് ദ കമ്പനീസ് ഒബ്ജക്റ്റ് ക്ലോസ്. കമ്പനിയുടെ ലക്ഷ്യം എന്താണെന്ന് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനും പുറമെ ബാഹ്യമായി എന്തെങ്കിലും പ്രവൃത്തി കമ്പനി ചെയ്താൽ അതിന് ഈ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ബാധകമല്ല. ഇഫ് ദ ട്രാൻസാക്ഷൻ ഈസ് ബിയോണ്ട് ദ കമ്പനീസ് പവേഴ്സ്. കമ്പനി ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ, കമ്പനിയുമായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു ട്രാൻസാക്ഷൻ കമ്പനിയുടെ പവറിന് അപ്പുറമാണ്, കമ്പനിക്ക് ചെയ്യാവുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യമാണെങ്കിൽ ആസ് ഡിഫൈൻഡ് ഇൻ ഇറ്റ്സ് ഒബ്ജക്ട്സ് ക്ലോസ്, അതിൻ്റെ മെമ്മോറാണ്ടത്തിൽ ഒബ്ജക്റ്റ് ക്ലോസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് അതിനും അപ്പുറമുള്ള കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള ഡീലിങ്ങുകൾക്ക് ഈ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന്റെ സംരക്ഷണം ബാധകമല്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്താണ് എന്ന് നമുക്കറിയാം. അതായത് കമ്പനിയുമായി ഏതൊരു ഔട്ട്സൈഡറും ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അയാൾക്ക് അസ്യൂം ചെയ്തുകൊണ്ട് ഉത്തമ വിശ്വാസത്തിൽ കമ്പനിയുടെ ഇന്റേണൽ പ്രൊസീജിയറുകളും ഇന്റേണൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് ഉത്തമ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ കമ്പനിയുമായി ഡീൽ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ അത് മുഴുവൻ പരിശോധിച്ചതിന് ശേഷം കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കമ്പനി ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ അധികാരപരിധിക്ക് അപ്പുറത്തുള്ള ഒരു ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വയസ് അഥവാ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ക്ലോസിന് അപ്പുറമുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് ഈ ഉത്തമ വിശ്വാസത്തിന്റെ സംരക്ഷണം ബാധകമല്ല. സോ മറ്റുള്ളവർക്ക് ദ ഡോക്ട്രൈൻ ഹോൾഡ്സ് ദാറ്റ് എ തേർഡ് പാർട്ടി ഡീലിംഗ് വിത്ത് ദ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മൂന്നാം കക്ഷിക്ക് ഉത്തമ വിശ്വാസം എടുത്ത് ഇൻ ഗുഡ് ഫെയ്ത്ത് ക്യാൻ അസ്യൂം, കമ്പനിയുമായി ഗുഡ് ഫെയ്ത്തിൽ ഡീൽ ചെയ്യുന്ന തേർഡ് പാർട്ടിക്ക് ഇങ്ങനെ സങ്കല്പിക്കും, അതായത് ദാറ്റ് ദ കമ്പനി ഹാസ് ആക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനി അതിന്റെ ഇന്റേണൽ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണ് ആക്ട് ചെയ്യുന്നത് എന്ന്. എക്സെപ്ഷൻസ് ടു ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? 1, നോളജ് ഓഫ് ഇറഗുലാരിറ്റി, അതായത് ഇറഗുലാരിറ്റിയെ കുറിച്ചുള്ള അറിവ്. ഇഫ് ദ ഔട്ട്സൈഡർ ഹാസ് നോളജ് ഓഫ് ദ ഇറഗുലാരിറ്റി ഓർ ഹാസ് ബീൻ പുട്ട് ഓൺ നോട്ടീസ്, കമ്പനിയുടെ ഇറഗുലാരിറ്റിയെ കുറിച്ച് ഔട്ട്സൈഡർക്ക് അറിവുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ ദ ഡോക്ട്രൈൻ ഡസ് നോട്ട് അപ്ലൈ, ഈ ഡോക്ട്രൈൻ ബാധകമല്ല. അതുപോലെ തന്നെ ഫോർജറി, ദ ഡോക്ട്രൈൻ ഡസ് നോട്ട് അപ്ലൈ ഇൻ കേസ് ഓഫ് ഫോർജറി ഓർ അതർ അൾട്രാ വയസ് ആക്ട്. ഫോർജറിയുടെ കാര്യത്തിലോ മറ്റ് നിയമത്തിന് സാധ്യമായ അല്ലെങ്കിൽ അതിന്റെ കഴിവിന് അപ്പുറമുള്ള അതീതമായ മെമ്മോറാണ്ടത്തിലെ MOAയിൽ പറഞ്ഞിരിക്കുന്നതിന് അപ്പുറമുള്ള ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നതിന് ഔട്ട്സൈഡുള്ള കാര്യങ്ങളിലാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അവിടെയും ഈ കാര്യം ബാധകമല്ല. ഇനി വേറൊരു ചോദ്യം, 25ാമത്തേത്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് എന്താണ്, അതേക്കുറിച്ച് ചെറിയ കുറിപ്പ്. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്സ് ആർ ഗ്യാതറിംഗ്സ് ഓഫ് എ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ടു ഡിസ്കസ് ആൻഡ് ഡിസൈഡ് ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ കമ്പനി. കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഓഹരി ഉടമകളുടെ ഒത്തുചേരലാണ് വാസ്തവത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് അഥവാ ഓഹരി ഉടമ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. These meetings provide a platform for shareholders to exercise their rights. ഈ മീറ്റിംഗ് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് അവരുടെ അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന്, എക്സസൈസ് ചെയ്യുന്നതിന് ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു. പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള ഇത് നൽകുന്നു. ആൻഡ് ഹോൾഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അക്കൗണ്ടബിൾ ആക്കാനും കഴിയുന്നു. ഇനി അടുത്തത്, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ക്യാൻ ബി ആനുവൽ ജനറൽ മീറ്റിംഗ്സ്, AGMs. ഓഹരി ഉടമകളുടെ മീറ്റിങ്ങുകൾ എന്തൊക്കെയാണ്? ആനുവൽ ജനറൽ മീറ്റിങ്ങുകളുണ്ട്, ഓർ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് EGM. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങുകളും ഷെയർ ഹോൾഡേഴ്സ് ജനറൽ മീറ്റിങ്ങുകളാണ്. വാർഷിക പൊതുയോഗങ്ങളും അതുപോലെ അസാധാരണ പൊതുയോഗങ്ങളും എന്നാണ് ഇതിനെ പറയുക. ഓഹരി ഉടമകളുടെ മീറ്റിംഗ് അഥവാ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഇങ്ങനെ രണ്ട് തരത്തിലുമാകാം. ആനുവൽ ജനറൽ മീറ്റിംഗും ആവാം, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും ആവാം. ആൻഡ് ആർ ഗവേൺഡ് ബൈ ദ കമ്പനീസ് ആക്ട് 2013. ഇവയൊക്കെ 2013 കമ്പനി നിയമപ്രകാരം നിയന്ത്രിക്കപ്പെടുന്നവയുമാണ് ഈ ഓഹരി ഉടമകളുടെ മീറ്റിംഗ്. ആൻഡ് ദ കമ്പനീസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒപ്പം തന്നെ അതെങ്ങനെ വേണം, എപ്പോൾ വേണം, എപ്രകാരമാണ് അതിൻ്റെ ചട്ടങ്ങളും നടപടിക്രമങ്ങളും എന്ന് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ
അനുസരിച്ചാണ് ഇത് നടത്തുക. ആക്ട്, ആർട്ടിക്കിൾസ് ഒക്കെ അനുസരിച്ചാണ് ഓഹരി ഉടമകളുടെ മീറ്റിംഗ് നടത്തപ്പെടുക. 26ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ആൻഡ് പ്രൊവിഷണൽ കോൺട്രാക്ട്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ കോൺട്രാക്ട് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്, പ്രൊവിഷണൽ കോൺട്രാക്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്താണെന്ന് മാത്രമാണ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊവിഷണൽ കോൺട്രാക്റ്റും ഇതും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ചോദിക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യമാണ്. സോ നമുക്കത് നോക്കാം. എ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് entered into by a promoter on behalf of a company before its incorporation. കമ്പനി അതിൻ്റെ ഇൻകോർപ്പറേഷൻ മുമ്പ് അതിൻ്റെ പ്രൊമോട്ടർ കമ്പനിക്ക് വേണ്ടിയിട്ട്, ഓൺ ബിഹാഫ് ഓഫ് എന്ന് വെച്ചാൽ അതിന് പകരമായിട്ട് എന്നാണ് അർത്ഥം, കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ആയിട്ടോ മറ്റൊരു സ്ഥാപനവുമായിട്ടോ എന്തെങ്കിലും ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. അതാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സിൻസ് ദ കമ്പനി ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട്. പക്ഷേ ആ കരാറുണ്ടാക്കുന്ന സമയത്ത് കമ്പനി നിലവിലില്ലെന്ന വസ്തുത ഓർക്കണം. പ്രൊമോട്ടർ കമ്പനിയെ നിലവിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ബിസിനസ് ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നു, കമ്പനി രൂപീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇറ്റ് കനോട്ട് ബി ബൗണ്ട് ബൈ ദ ആക്ട്. അതുകൊണ്ട് കമ്പനി നിലവിൽ വന്നിട്ടില്ലാത്ത കാലത്ത് പ്രൊമോട്ടർ ഉണ്ടാക്കിയ ആ അഗ്രിമെന്റിനെ കമ്പനിയെ ബാധകമാക്കാൻ പറ്റില്ല, ബൗണ്ട് ആക്കാൻ പറ്റില്ല. ഇതാണ് വകുപ്പ്. ഇതാണ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിന്റെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിന്റെ ലീഗൽ സ്റ്റാറ്റസ്. അതേസമയം പ്രൊവിഷണൽ കോൺട്രാക്ട് നോക്കാം. പ്രൊവിഷണൽ കോൺട്രാക്ട്സ് ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച് ആർ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. കമ്പനിയുടെ ഇൻകോർപ്പറേഷന് ശേഷം തന്നെയാണ് ഈ കരാറുകളിൽ ഏർപ്പെടുക. ബട്ട് ബിഫോർ ദ കമ്പനി സ്റ്റാർട്ട്സ് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ്. പക്ഷേ കമ്പനി അതിൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഏർപ്പെടുന്നതുമാണ്. പ്രൊവിഷണൽ കോൺട്രാക്ട്സ് ആർ ബൈൻഡിങ് ഓൺ ദ കമ്പനി. ഈ പ്രൊവിഷണൽ കോൺട്രാക്റ്റുകൾ തീർച്ചയായിട്ടും കമ്പനിക്ക് ബൈൻഡിങ് ആണ്, കമ്പനിക്ക് ബാധകമാകുന്നവയാണ്. അതിൽ നിന്ന് കമ്പനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം എന്താണ്? അത് അതിനുശേഷം ഉണ്ടാക്കുന്നതാണ്. ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഈസ് ദാറ്റ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദ കമ്പനി. പ്രധാന വ്യത്യാസത്തിലുള്ളൂ, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകൾ കമ്പനിയെ ബൈൻഡിങ് ആക്കില്ല. ബൈൻഡിങ് ആക്കണമെങ്കിൽ അതിനുശേഷം കമ്പനി രൂപീകരിച്ചതിന് ശേഷം കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഒക്കെ കിട്ടണമല്ലോ. അപ്പോഴാണല്ലോ കമ്പനിയുടെ രൂപീകരണത്തിന്റെ പൂർണ്ണത വരിക. അല്ലാണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു റാറ്റിഫിക്കേഷൻ, അതൊരു സ്ഥിരീകരണം വേണം. നേരത്തെ ഉണ്ടാക്കിയ പ്രൊമോട്ടർ ഉണ്ടാക്കിയ കോൺട്രാക്ട് കമ്പനിക്ക് ബാധകമാണ് എന്നൊരു സ്ഥിരീകരണം നൽകിയാൽ മാത്രമാണ് ആ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് കമ്പനിക്ക് ബൗണ്ട് ആകുള്ളൂ. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താൽ. അതേസമയം വേറാസ് പ്രൊവിഷണൽ കോൺട്രാക്ട്സ് ആർ ഓൾവേസ് ബൈൻഡിങ്. പ്രൊവിഷണൽ കോൺട്രാക്ട് കമ്പനി രൂപപ്പെട്ടതിന് ശേഷം കമ്പനി ഉണ്ടാക്കുന്ന കരാറാണ്, അത് ബൈൻഡിങ് തന്നെയാണ്. 27ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം, വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്? എന്താണ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം, അതിന്റെ ഉദ്ദേശം എന്താണ്? ഉത്തരം, ഇൻഫർമേഷൻ മെമ്മോറാണ്ടം IM എന്നും പറയും. ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഒരു കമ്പനി അതിന്റെ ഭാവിയിൽ നിക്ഷേപകരാവാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. കണ്ടെയ്നിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനീസ് ബിസിനസ്. കമ്പനിയുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ അതിനകത്തുണ്ടാവും. ഫിനാൻഷ്യൽസ്, കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്. മാനേജ്മെന്റ്, കമ്പനിയുടെ ഭരണത്തെക്കുറിച്ച്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്, നിക്ഷേപത്തിലെ ഹാനി ഭയം, അതായത് അപകട സാധ്യത, പ്രശ്നം വരാൻ, നിക്ഷേപിക്കുന്നവരുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത. ദി പർപ്പസ് ഓഫ് ആൻ IM, ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിനാണ് IM എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം is to provide investors with a comprehensive understanding of the company's operations and prospects. കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കമ്പനിയുടെ ഭാവി ശുഭപ്രതീക്ഷകളെക്കുറിച്ച് ഒക്കെ ഈ ഇൻവെസ്റ്റേഴ്സിന് ഒരു മുൻധാരണ നൽകുക എന്ന് തന്നെയാണ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ഗുണമുണ്ടാവും? എനേബിളിംഗ് ദം ടു മേക്ക് ഇൻഫോംഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുവാനായിട്ട് ഗുണകരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ IM അഥവാ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കമ്പനിയുടെ ഭാവിയിലെ ഉയർച്ച സാധ്യതകളെക്കുറിച്ചും ഒക്കെ മുൻധാരണ നൽകാനും അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു ബോധ്യപ്പെട്ട് നിക്ഷേപം നടത്താനും, കമ്പനിയുടെ ഹാനി സാധ്യതകൾ, കമ്പനിയുടെ നഷ്ടം വരാനുള്ള സാധ്യതകൾ അതും കൂടി അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ. പ്രോസ്പെക്ടസ് മാത്രമല്ല, ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് മാത്രമല്ല, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് റിസ്കുകളും കൂടി അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം സിസ്റ്റത്തിൽ. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? കമ്പനിയാണ് കൊടുക്കുന്നത്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയി വരാൻ സാധ്യതയുള്ളവർക്ക്, നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളവർക്ക്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് വിൽ കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് അബൌട്ട് കമ്പനീസ് ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, മാനേജ്മെന്റ് റിസ്ക് ആൻഡ് ഓൾസോ കമ്പനീസ് ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് ഓർ ഭാവി സാധ്യതകൾ, ഭാവി ശുഭപ്രതീക്ഷകൾ കൂടി ഉണ്ടാവും. അടുത്ത 28 പേരുടെ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ.